ഒരിക്കലെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിട്ടൊന്ന് കാണണം. തന്റെ കൈകൊണ്ട് ഒരു വൃക്ഷത്തൈ പ്രധാനമന്ത്രിക്ക് സമ്മാനിക്കണം. കൃഷിയിൽ അതീവ തൽപരയായ വിദ്യാർത്ഥിനി പത്തനംതിട്ട ഉളനാട് സ്വദേശിനി ജയലക്ഷ്മിയുടെ വലിയ ആഗ്രഹമായിരുന്നു ഇത്. മുമ്പൊരിക്കൽ സുരേഷ് ഗോപി തന്റെ വീട്ടിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൊടുക്കാനായി ഒരു പേരത്തൈ ജയലക്ഷ്മി സുരേഷ് ഗോപിയെ ഏൽപ്പിച്ചിരുന്നു. സുരേഷ് ഗോപി പേരത്തൈ പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു. അന്ന് സുരേഷ് ഗോപി ജയലക്ഷ്മിക്കൊരു വാക്ക് കൊടുത്തു. പ്രധാനമന്ത്രിയെ നേരിട്ട് കാണാനും വൃക്ഷത്തൈ പ്രധാനമന്ത്രിക്ക് നൽകാനും ജയലക്ഷ്മിക്ക് അവസരം ഒരുക്കാമെന്ന്. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് ഗുരുവായൂർ അമ്പലത്തിൽ പ്രധാനമന്ത്രി എത്തിയപ്പോൾ ജയലക്ഷ്മിയുടെ ആഗ്രഹം സാധിച്ചു. പ്രധാനമന്ത്രിക്ക് ഒരു ചന്ദനത്തൈ നേരിട്ട് കൊടുക്കാൻ പറ്റിയതിന്റെ സന്തോഷവും അമ്പരപ്പും ഇപ്പോഴും ജയലക്ഷ്മിയിൽ നിന്ന് മാറിയിട്ടില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായി ലഭിച്ചൊരു അവസരമാണിത്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ മോദിജിക്ക് കൃഷിയെക്കുറിച്ചും ജൈവ കൃഷിയെക്കുറിച്ചും ഞാൻ ചെയ്തു വരുന്ന കൃഷിരീതിയെക്കുറിച്ചും ഒരു കത്തെഴുതുകയും അദ്ദേഹം അതൊരു അഭിനന്ദന കത്തായി എനിക്ക് തിരിച്ചു തരികയും ചെയ്തു. ആ കത്ത് സ്വീകരിക്കാൻ ഞാൻ പുനലൂരുള്ള ഗാന്ധിഭവനിലാണ് ചെന്നത്. സുരേഷ് ഗോപി സാറാണ് എനിക്ക് ആ ഒരു അഭിനന്ദന കത്ത് കൈമാറിയത്. ആ വേദിയിൽ വെച്ച് അദ്ദേഹത്തിന് ഞാനൊരു പേരത്തൈ സമ്മാനിക്കുകയും അദ്ദേഹം ആ തൈ മോദിജിക്ക് നേരിട്ട് കൊടുക്കുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം എന്റെ വീട്ടിൽ വന്നപ്പോഴാണ് എനിക്ക് നേരിട്ട് മോദിജിക്ക് ഒരു തൈ കൊടുത്താൽ കൊള്ളാം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അത് നമുക്ക് ശ്രമിക്കാം, ആ ആഗ്രഹം സാധിക്കാൻ നോക്കാം എന്ന് സാറ് ഒരു വാക്ക് തരികയാണ് ഉണ്ടായത്. പിന്നീട് 2 വർഷത്തിന് ശേഷം ഈ കഴിഞ്ഞ 17ാം തീയതി എനിക്ക് അദ്ദേഹത്തെ നേരിട്ട് കാണാനും ഒരു തൈ സമ്മാനിക്കാനും സാധിച്ചു. അദ്ദേഹം ആദ്യമേ ഇറങ്ങി വന്നപ്പോൾ തന്നെ ജയലക്ഷ്മി യു ആർ ഇൻ മൈ ബംഗ്ലാവ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ അന്ന് 2 വർഷത്തിന് മുമ്പ് കൊടുത്തുവിട്ട ആ ഒരു തൈ ഇപ്പോഴും അദ്ദേഹത്തിന്റെ വസതിയിൽ സുരക്ഷിതമായി നന്നായി അത് കിളിച്ചു നിൽക്കുന്നു എന്നാണ് അദ്ദേഹം അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. അത് എന്റെ ജീവിതത്തിലെ വലിയൊരു നല്ലൊരു മൊമെന്റായി ഞാൻ ഇപ്പോൾ കരുതുകയാണ്. കൃഷി എന്നാൽ ജയലക്ഷ്മിക്ക് ജീവനാണ്. മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ BSc അഗ്രികൾച്ചർ 1ാം സെമസ്റ്റർ വിദ്യാർത്ഥിനിയാണ് ജയലക്ഷ്മി. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ കർഷക തിലകം അവാർഡ് ജയലക്ഷ്മിക്ക് ലഭിച്ചിരുന്നു. ഈ പുരസ്കാരം ലഭിച്ചതിനെ തുടർന്നാണ് കാർഷിക സർവകലാശാലയിൽ സീറ്റ് ലഭിച്ചത്. വീട്ടിൽ ക്യാബേജ്, കോളിഫ്ലവർ എല്ലാം ജയലക്ഷ്മി കൃഷി ചെയ്യുന്നുണ്ട്. പൂർണ്ണമായും ജൈവവളം ഉപയോഗിച്ചാണ് കൃഷി. ഒരു പണിയും ഇല്ലാത്തവർക്കുള്ള പണിയാണ് കൃഷിയെന്നാണ് ചിലരുടെ തെറ്റിദ്ധാരണയെന്നും കൃഷിയെന്നാൽ വരുമാനമാർഗം മാത്രമല്ല, ഒരു സേവനം കൂടിയാണെന്നുമാണ് ജയലക്ഷ്മി പറയുന്നത്. ഞാൻ ഇപ്പോഴും ഒരു അഗ്രികൾച്ചർ കോഴ്സ് പഠിക്കുക എന്നൊരു ചിന്ത മാത്രമേ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന ആളാവണം, ഒരു ജോലിയെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. ഞാൻ എല്ലാവരും ആ കോഴ്സ് പഠിച്ചിട്ട് കർഷകരാകുമ്പോൾ ഞാൻ കൃഷി അറിഞ്ഞിട്ട് കൃഷി പഠിച്ചിട്ടാണ് ശരിക്കും ആ ഒരു കോഴ്സ് ചെയ്യുന്നത്. അതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഞാൻ ഇത്രയും നാളും ചെയ്തു വന്നിരുന്ന ഒരു കൃഷി അത് സയന്റിഫിക് ആയിട്ട് ശാസ്ത്രീയമായിട്ടൊന്ന് പഠിക്കാൻ ശ്രമിക്കുക. ഇതിനെ ശാസ്ത്രീയമായി കൃഷിയെ മനസ്സിലാക്കുക. കർഷകർക്ക് കൃഷിയിൽ വിദ്യാഭ്യാസം അവർ ചെയ്ത് പഠിച്ചു വരുന്ന വിദ്യാഭ്യാസമേ ഉള്ളൂ. നമുക്ക് സയന്റിഫിക് ആയിട്ട് ഒരു ഡിഗ്രിയോ അങ്ങനെയൊന്നും ചെയ്തു വരുന്നില്ലല്ലോ. അപ്പോൾ ഞാനൊരു കർഷകയാണ്. എനിക്കൊരു വിദ്യാഭ്യാസം 4 വർഷത്തെ കൃഷിയിലൊരു ഡിഗ്രി വേണം എന്ന ആ ഒരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ എന്റെ മനസ്സിലുള്ളൂ. ഒരു ജോലിക്കായല്ല താൻ കാർഷിക സർവകലാശാലയിൽ ബിരുദ പഠനത്തിന് ചേർന്നത്. കൃഷിയെക്കുറിച്ച് ശാസ്ത്രീയമായി കൂടുതൽ അറിയണം, നല്ല ഒരു കൃഷിക്കാരിയായി മാറണം. ഇതൊക്കെയാണ് ജയലക്ഷ്മിയുടെ ആഗ്രഹങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരിട്ട് ഒരു ചന്ദനത്തൈ കൊടുത്തതിന്റെ ആഹ്ലാദത്തിലാണ് ജയലക്ഷ്മി. ഭാവിയിൽ ഒരു നല്ല കർഷക ആകുക എന്നുള്ളതാണ് ഈ വിദ്യാർത്ഥിനിയുടെ ആഗ്രഹം. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ. റിപ്പോർട്ടർ പത്തനംതിട്ട.